ഇവിടെ വന്നിട്ടിപ്പോ ഒരു പകലും രാത്രിയും കഴിഞ്ഞു. ഇതുവരെ ഫെലിക്സിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഫെലിക്സ് ഈ ഹോട്ടലുണ്ടെന്ന് അറിയാലോ, പിന്നെ എത്ര ബുദ്ധിമുട്ട്? നമ്മൾ വന്നിരിക്കുന്ന അത്ര നിസ്സാര കാര്യത്തിനല്ല. ഒരു കല്യാണം മുടക്കി ആ ചെറുക്കനെ കൊണ്ട് പോവാനാ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വ്യക്തമായ പ്ലാനിങ് വേണം. എന്ത് പ്ലാനിങ്? ഇതെന്ത് വേൾഡ് വാറോ? ഇത് ഫെലിക്സിനെ ഞാനൊന്ന് കണ്ടാ തീരാവുന്നത്ര പ്രശ്നമേ ഉള്ളൂ. കാണാം. അതിന് ശരിയായ ഒരു അവസരം കിട്ടണവരെ നമ്മൾ കാത്തിരിക്കണം. എനിക്കൊരു ഇത്തിരി സാവകാശം കൂടി തന്നേ പറ്റൂ. തനിക്കൊരു 100 കൊല്ലം സാവകാശം തന്നാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഫെലിക്സിനെ കാണാൻ പോവാ. വീണ പ്ലീസ്, അബദ്ധമാണ് താനീ കാണിക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിൽ തന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എടോ, താൻ വെറുതെ വാശി പിടിക്കല്ലേ. ഇതെന്റെ ജീവിത പ്രശ്നം. എനിക്ക് എന്തായാലും എന്താ, തനിക്കൊരു ചുക്കില്ലല്ലോ. അങ്ങനെയാണോ താൻ എന്നെ കരുതിയിരിക്കുന്നത്? പിന്നെന്താ, ഈ കല്യാണം നടന്ന ഞാൻ ചാവും. ഞാൻ ചത്താലും തനിക്ക് തന്റെ മാല കിട്ടും. അതോടെ തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമല്ലോ. എനിക്ക് ഇപ്പൊ തന്നെ രണ്ടിലൊന്നും അറിയണം. എന്ത് പറഞ്ഞാലും തന്നെ വിടില്ല. എനിക്കറിയാം. ഞാൻ പോയി ഫെലിക്സിനെ കണ്ട് കുഴപ്പം വല്ലതും ഉണ്ടായാ തനിക്ക് ഈ മാല കിട്ടില്ല, അതല്ലേ? കിടക്കണു തന്റെ മാല. എനിക്കിനി തന്റെ സഹായവും വേണ്ട. എനിക്കറിയാം, എന്നെ കണ്ട 2 കൈ നീട്ടി ഫെലിക്സ് എന്നോടൊപ്പം വരും. മാറുവഴിയുന്നു. വീണ